അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1505, സൂറത്തുൽ ഇസ്രാ 58 മുതൽ 60 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ മിൻ ഖർയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമിൽ ഖിയാമത്തി أو معذبوها عذابا شديدا كان ذلك في الكتاب مسطورا وما منعنا أن نرسل بالآيات إلا أن كذب بها الأولون وآتينا ثمود الناقة مبصرة فظلموا بها وما نرسل بالآيات إلا تخويفا وإذ قلنا لك إن ربك أحاط بالناس وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن ونخوفهم فما يزيدهم إلا طغيانا كبيرا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإن من قرية ഒരു ഗ്രാമവുമില്ല ഇല്ലാ നഹ്നു മുഹ്ലിക്കുഹാ ഖബ്ല യൗമിൽ ഖിയാമ, അന്ത്യനാളാകുന്നതിന് മുമ്പ് ആ ഗ്രാമത്തെ നാം നശിപ്പിച്ചിട്ടല്ലാതെ, ഔ മുഅസ്സിബൂഹാ അദാബൻ ശദീദ, അല്ലെങ്കിൽ കടുത്ത ശിക്ഷ അവർക്ക് നൽകിയിട്ടല്ലാതെ, കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, അത് രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്, ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. വമാ മനഅന അൻ നുർസില ബിൽ ആയാതി, ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായിട്ടില്ല, ഇല്ലാ അൻ കസ്സബ ബിഹൽ അവ്വലൂൻ, ആദ്യകാലക്കാർ ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു എന്നതല്ലാതെ. വആതൈനാ സമൂദൻ നാഖത മുബ്സിറതൻ, ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക്, അഥവാ സമൂദ് ഗോത്രത്തിന് നാം ഒട്ടകത്തെ നൽകി, വ്യക്തമായ ദൃഷ്ടാന്തം എന്ന നിലക്ക്. ഫളലമു ബിഹ, എന്നിട്ട് ആ ഒട്ടകത്തെ അവർ ആക്രമിച്ചു. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്. വഇദ് ഖുൽനാ ലക, തങ്ങളോട് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇന്ന റബ്ബക അഹാത ബിന്നാസ്, നിശ്ചയം അങ്ങയുടെ നാഥനായ അള്ളാഹു ജനങ്ങളെ സംബന്ധിച്ച് വിശദമായി അറിയുന്നവനാണ്. വമാ ജഅൽന റുഅ്യ അല്ലതി അറൈനാക, തങ്ങൾക്ക് നാം കാണിച്ചു തന്ന ദർശനങ്ങൾ അത് നാം ആക്കിയിട്ടില്ല, ഇല്ലാ ഫിത്നത്തൻ ലിന്നാസ്, ജനങ്ങൾക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ. വശജറത്തുൽ മൽഊനത ഫിൽ ഖുർആൻ, ഖുർആനിൽ ശപിക്കപ്പെട്ട മരത്തെയും അവർക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ നാം ആക്കിയിട്ടില്ല. വനുഖവ്വിഫുഹും, അവരെ നാം ഭയപ്പെടുത്തുന്നു. ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറ, എന്നാൽ ആ ഭയപ്പെടുത്തൽ അവർക്ക് കടുത്ത അതിക്രമത്തെ അല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല, വലിയ അതിക്രമത്തെ അല്ലാത്തത് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് അല്ലാഹു പറഞ്ഞു. കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളുടെ നിലപാട് ശരിയല്ലെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവർ ആരാധിക്കുന്ന മഹത്തുക്കൾ പോലും അള്ളാഹുവിന്റെ മഹത്വത്തിലേക്ക് കൂടുതൽ, അവന്റെ ഇഷ്ടത്തിലേക്ക് കൂടുതൽ അടുക്കാൻ എന്തുണ്ട് മാർഗം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉണർത്തുകയും ശിർക്ക് മഹാ അപരാധമാണ് എന്ന് താക്കീത് നൽകുകയും ചെയ്തതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും അവന്റെ നിലപാടുകൾ ശരിയല്ലാതെ വന്നാൽ ആ ശരിയല്ലാത്ത നിലപാടിന് അവൻ കൃത്യമായും മറുപടി പറയേണ്ടി വരും. ആ ശരിയല്ലാത്ത നിലപാട് സ്വീകരിച്ചവൻ അതിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും. ശിക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി അവന്റെ പിന്നാലെ വന്നേക്കാം. ഒരുപക്ഷെ അവൻ ഉൾക്കൊള്ളുന്ന സമൂഹം വംശനാശം വരും വിധത്തിൽ തന്നെ ശിക്ഷിക്കപ്പെട്ട് തുടച്ചു നീക്കപ്പെട്ടേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഈ ലോകത്ത് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതാണ് വൈമിൻ ഖറിയത്തിൻ, ഒരു ഗ്രാമവുമില്ല, ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലുള്ള ആൾക്കാർ എന്ന ഉദ്ദേശം. ഇല്ലാ നഹ്നു മുഹ്ലിക്കുഹാ ഖബ്ല യൗമിൽ ഖിയാമത്തി,
ഖിയാമത്ത് വരുന്നതിന് മുമ്പ് അവരെ നമ്മൾ നശിപ്പിക്കാതിരുന്നിട്ടുള്ള ഒരു ഗ്രാമമല്ല. അതായത് സ്വാഭാവിക മരണം മുഖേന അവരെല്ലാവരും മരിച്ചു പോകുന്ന ചില നാടുകളുണ്ടാവും. ഔ മുഅദ്ദിബുഹ അദാബൻ ശദീദൻ, അല്ലെങ്കിൽ കടുത്ത ശിക്ഷ നമ്മൾ അവർക്ക് ശിക്ഷിപ്പിച്ചിട്ടല്ലാതെ ഇല്ല. അപ്പൊ അവരെ കൊന്നുകളയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് അവർ വിധേയമാക്കുകയോ ചെയ്തുകൊണ്ട് നാം അവരെ ശിക്ഷിക്കും. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, ഇത് അടിസ്ഥാന രേഖയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അഥവാ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും വരും വരായികകളെക്കുറിച്ച്, അതിന്റെ കൃത്യമായിട്ടുള്ള നിലപാടുകളെക്കുറിച്ച്, അത് എപ്പോൾ സംഭവിക്കുമെന്നതിനെക്കുറിച്ച്, ആ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നതിനെക്കുറിച്ച് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദ് എന്ന അടിസ്ഥാന രേഖ, ആ രേഖയിൽ എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരാൾ മരിക്കേണ്ടതെങ്കിൽ മരിക്കേണ്ടത്, നശിപ്പിക്കപ്പെടേണ്ടവനാണെങ്കിൽ നശിപ്പിക്കപ്പെടേണ്ടത് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മഹാനായ ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തിയത് കാണാം. ഹാദാ ഇഖ്ബാറും മിനല്ലാഹി തആല അസ്സ വജല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളൊരു വിളംബരമാണ്. എന്ത്? ബിഅന്നഹു ഖദ് ഹതമ വ ഖളാ ബിമാ ഖദ് കതബ ഇൻദഹു ഫിൽ ലൗഹിൽ മഹ്ഫൂദ്, ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചതിൽ അവൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. എന്ത്? അന്നഹു മാ മിൻ ഖറിയത്തിൻ, ഒരു ഗ്രാമമോ ഗ്രാമവാസികളോ ഇല്ലാ സയഹ്ലികുഹ, അവരെ നശിപ്പിച്ചിട്ടല്ലാതെ. എങ്ങനെ നശിപ്പിക്കുക? ഒന്നുകിൽ അവരെ മുഴുവനും, അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ മുഴുവനും വംശനാശം വരും വിധത്തിലുള്ള ശിക്ഷകൾ നൽകിക്കൊണ്ട്, പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് ശിക്ഷിച്ചിട്ടല്ലാതെ. അങ്ങനെ ശിക്ഷിച്ച് നശിപ്പിക്കുക. അങ്ങനെ ശിക്ഷിച്ച് പിന്നെ അവരെ ആ വിധത്തിൽ നശിപ്പിക്കുന്നതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളും അതേപോലെ തന്നെ കടുത്ത ദോഷങ്ങളുമായിരിക്കും. അതിനെക്കുറിച്ചാണ് അള്ളാഹു ഖുർആനിൽ തന്നെ മറ്റു സ്ഥലത്ത് പറഞ്ഞത് കാണാം. പിന്നെ വമാ ലലംനാഹും വലാകിൻ ലലമു അൻഫുസഹും, അവരെ നാം ആക്രമിച്ചിട്ടില്ല, പക്ഷെ അവരെ തന്നെയാണ് ആക്രമിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു. അതായത് അവർക്ക് ഒരു ശിക്ഷ വരാനുള്ള കാരണം അത് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച തിന്മയുടേതായിട്ടുള്ള പാപത്തിന്റെ ശമ്പളം എന്ന നിലക്കാണ് എന്ന്. അപ്പൊ ഒന്നുകിൽ മരണം മുഖേന നമ്മൾക്ക് അവർക്ക് നമ്മൾ ശിക്ഷ നൽകി അവരെ ഈ ലോകത്തൊന്ന് നശിപ്പിക്കും, അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ കാരണത്താൽ, നിഷേധം കാരണത്താൽ കടുത്ത പരീക്ഷണങ്ങളാകുന്ന ശിക്ഷകൾ നൽകി നമ്മൾ അവരെ നശിപ്പിക്കും. രണ്ടായാലും ഈ ലോകത്ത് നിന്ന് അന്ത്യനാളിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്ന ഒരു സാഹചര്യമോ അവസ്ഥയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കും എന്നാണ് അല്ലാഹു ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറയുകയാണ്, വമാ മനഅന, നമ്മളെക്ക് തടസ്സമായിട്ടില്ല. നമ്മളെ തടയാച്ചാൽ ആരും വേറൊരാൾ നിന്നുള്ള സമ്മർദ്ദം എന്നൊന്നുമല്ല, മറിച്ച് നാം ശിക്ഷ നൽകിയില്ല, അല്ലെങ്കിൽ പിന്നെ നാം ദൃഷ്ടാന്തങ്ങൾ നൽകിയില്ല അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച്. അത് നൽകാതിരിക്കാനുള്ള കാരണം ഉമാമനാന നമ്മളെ തീരുമാനത്തിൽ നിന്ന് മാറ്റിയില്ല. ഇല്ല അന്നുർസിലബില്ലായാത്തി, ഉമാമനാന അന്നുർസിലബില്ലായാത്തി, ദൃഷ്ടാന്തങ്ങൾ അയക്കാൻ അവരാവശ്യപ്പെടുന്നത് പോലുള്ള ദൃഷ്ടാന്തങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് നമുക്ക് തടസ്സമായില്ല എന്നല്ലാതെ ഇല്ല അൻകദ്ദബിഹൽ അവ്വലൂൻ, ആദ്യകാലക്കാർ ആ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചിരുന്നു എന്നതല്ലാതെ മറ്റൊരു കാരണവും ഇല്ല അവരാവശ്യപ്പെട്ട ശിക്ഷ അവർക്ക് നൽകാതിരിക്കാൻ. ഈ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം സംബന്ധമായി ബഹുമാനപ്പെട്ട ഇബ്നു കസീർ ഉൾപ്പെടെ മുഫസ്സിറുകളൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ ആദ്യമായി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, വഅൻസിർ അശീറത്തക്കൽ അഖ്റബീൻ, സൂറത്ത് ശുഅറാന്റെ 214-ാമത്തെ സൂക്തത്തിൽ തങ്ങളുടെ കുടുംബക്കാരെ, തങ്ങൾ അടുത്ത കുടുംബക്കാരെ ആദ്യം താക്കീത് നൽകുക എന്ന്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിർദ്ദേശം കൊടുത്തപ്പോൾ സാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ ഖുബൈസ്, അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ കയറി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, തന്റെ കുടുംബക്കാരായിട്ടുള്ള അബ്ദുമനാഫിന്റെ കുടുംബമേ എന്ന് വിളിച്ചു പറഞ്ഞു.
എന്നിട്ട് അപ്പൊ അവരുടെ അടുത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇന്നി നദീറുൻ, ഞാൻ താക്കീതുകാരനാകുന്നു എന്ന് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഫജാഅത്തുഹു ഖുറൈശുൻ, ഖുറൈശികളെല്ലാവരും മുത്തനബിന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഫഹദ്ദറഹും അൻദറഹും, അവർക്ക് താക്കീത് നൽകുകയും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ മുന്നറിയിപ്പ് കൊടുക്കുന്നത്? ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ദൂതനാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതിന് വിരുദ്ധമായ ശൈലിയുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും എന്ന് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ പക്ഷെ ആ ജനങ്ങൾ ഫഖാലു തസ്ഉമു അന്നക നബിയ്യുൻ യുഹാ ഇലൈക, വഹീ നൽകപ്പെടുന്ന ഒരു നബിയാണ്, ദിവ്യബോധനം ലഭിക്കുന്ന ഒരു പ്രവാചകനാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുവോ? അങ്ങനെയാണെങ്കിൽ സുലൈമാൻ നബി എന്ന് പറയുന്ന സോളമൻ രാജാവ് സഖറ ലഹു റിയഹ വൽ ജിബാൽ, പർവ്വതങ്ങളെയും കാറ്റുമൊക്കെ അല്ലാഹു തആല അങ്ങേർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ കാറ്റെന്ന വാഹനത്തിൽ കയറി ഉദ്ദിഷ്ട സ്ഥാനത്തേക്ക് നിമിഷനേരം കൊണ്ട് എത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതേപോലെ അന്ന മൂസ സഖറ ലഹുൽ ബഹർ, മൂസ അലൈഹി ഇസ്ലാമിന് ചെങ്കടലിന് അല്ലാഹു തആല കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ ജനങ്ങളൊക്കെ തന്റെ വടി കൊണ്ടടിച്ചപ്പോൾ വെള്ളം മാറി നിന്ന് ചെങ്കടലിലൂടെ കടന്ന് രക്ഷപ്പെട്ടു എന്നുണ്ടല്ലോ. വാന്ന ഈസാ കാന യുഹ്യിൽ മൗത, ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്നുണ്ടല്ലോ. അതുകൊണ്ട് ഫദഉല്ലാഹ, അല്ലാഹുവിനോട് നിങ്ങൾ ദ്വാർക്കണം, യസീറ അന്ന ഹാദിഹിൽ ജിബാൽ, ഈ മലകളൊക്കെ ഞങ്ങളിൽ നിന്ന് നീങ്ങി അകലത്തേക്ക് പോകണം. എന്നിട്ട് ഇവിടെയൊക്കെ എന്തുണ്ടാവണം? ഇവിടെയൊക്കെ യഫ്ജുർ ലനൽ അർളൻ അൻഹാറൻ, ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകാൻ പറ്റിയിട്ടുള്ള സംവിധാനം, നദികൾ, അരുവികൾ ഉണ്ടാവണം. അങ്ങനെ ഫനത്തഖ്ദഹ മഹാരിസ ഫനസ്റഅ വനഅകുൽ, ഞങ്ങൾക്ക് ഇവിടെ കൃഷിയിടമാക്കിയിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്ന് ആഹാരം കഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ പൂർവ്വകാലത്ത് പ്രവാചകന്മാരാണെന്ന് പറഞ്ഞു വന്നവർ അത്തരത്തിലുള്ള പല പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. എങ്കിൽ അതുപോലെ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഈ കരിമ്പാറക്കൂട്ടങ്ങൾ കാവൽ നിൽക്കുന്ന മക്ക എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള പാറകളൊക്കെ അങ്ങ് പോയി ഇവിടെയൊക്കെ നല്ല കൃഷിയിടമായി മാറുകയും അതേപോലെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ജലസേചന സംവിധാനങ്ങളും ഒക്കെ ഒരുക്കപ്പെടുകയും ചെയ്യട്ടെ. ഒന്ന് കാണാമല്ലോ. കാരണം ഇങ്ങനെ പ്രവാചകന്മാരായി വന്നവർ പണ്ട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. മൂസാ അലൈഹി ഇസ്ലാമിന് ചെങ്കടലിനെ കീഴ്പ്പെടുത്തി കൊടുത്തതും, അതേപോലെ ഈസാ അലൈഹി ഇസ്ലാം മരിച്ചവരെ ജീവിപ്പിച്ചതും, സോളമൻ രാജാവിന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തതുമെല്ലാം അതിന്റെ ഭാഗമല്ലേ? എങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്തു തരൂ എന്നവരാവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു, വയില്ല, ഇനി ഇത് പ്രയാസമാണെങ്കിൽ ഫദഉല്ലാഹ യുഹയ്യലനാ മൗതാനാ ഫനുകല്ലിമഹും വയുകല്ലിമൂന, ഇതിന് പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആൾക്കാരൊന്ന് ജീവിപ്പിച്ചു തന്ന് അവർ ഞങ്ങളോടും ഞങ്ങൾ അവരോടും ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള അവസരം ഉണ്ടാക്കിത്താ. വയില്ല, ഇനി അതും സാധ്യമല്ലെങ്കിൽ ഫദഉല്ലാഹ യസീറ ലനാ ഹാദിഹി സഖറത്തല്ലത്തി തഹ്തക ദഹബ, നിങ്ങളുടെ താഴ്ഭാഗത്തുള്ള ഈ കല്ലുകളൊക്കെ ഒന്ന് സ്വർണമായി മാറി ഞങ്ങൾക്ക് അത് മുഖേന ഒന്ന് സുഖമായി ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിത്താ. അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഞങ്ങളുടേത് മെച്ചപ്പെട്ട പിന്നെ ശൈത്യകാലത്തും അതേപോലെ തന്നെ പിന്നെ ഉഷ്ണകാലത്തുമൊക്കെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് പല രാജ്യങ്ങളിലേക്കും കച്ചവട ആവശ്യത്തിനു വേണ്ടി യാത്ര ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കാമല്ലോ. കാരണം ഫഇന്നക തസ്ഉമു അന്നക ഹൈഅതിഹിം, നിങ്ങൾ ആ പ്രവാചകന്മാരെ പോലെ തന്നെയാണ് എന്നാണല്ലോ വാദിക്കുന്നത്. എങ്കിൽ അവരിങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണിച്ച സ്ഥിതിക്ക് നിങ്ങളും അത് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന് തങ്ങളെ വെല്ലുവിളിക്കും സ്വരത്തിൽ അവരങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഞങ്ങളും ഇരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട പിന്നെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മഹാനായ ഇമാം അബൂ യഅല അൽ മൂസിലി അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ അത് പിന്നെ എടുത്ത് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ മുത്തുനബിക്ക് വഹ്യ് വന്നു. വഹ്യ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹിക്ക് ചില ഭാവപകർച്ചകൾ ഉണ്ടാകും. ആ ഭാവപകർച്ചയിൽ നിന്നൊക്കെ നിമിതങ്ങൾ രക്ഷപ്പെട്ട് നോർമൽ കണ്ടീഷനിലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരാനുള്ള അനുവാദം അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ സൗകര്യങ്ങൾ ചെയ്തു തന്നാൽ
നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിച്ചില്ലെങ്കിൽ സഡൻ നിങ്ങൾക്കെതിരെ ആക്ഷൻ ഉണ്ടാകും, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ വരും. അതേസമയത്ത് അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാൻ എനിക്ക് അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട്. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കാരുണ്യത്തിന്റെ കവാടം തുറന്നു തരികയും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ചാൽ വിശ്വസിക്കാനുള്ള സൗകര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ തൗബയുടെ വാതിൽ തുറന്നിട്ട് ആളുകൾക്ക് മനസ്സിന് മാറ്റമുണ്ടാവുകയും തിരിച്ചറിവിന്റെ സാഹചര്യങ്ങൾ വരികയും ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നു വരാം. അപ്പോ ഈ തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടാൽ ഉടനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് നശിപ്പിക്കുക എന്ന രീതി സ്വീകരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വീണ്ടും വിചാരം ഇപ്പോഴില്ലെങ്കിലും പിന്നെങ്കിലും ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകുമെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കാം. അഥവാ അങ്ങനെയാണെങ്കിൽ അവർക്കിപ്പോൾ ആവശ്യപ്പെട്ട ആ ദൃഷ്ടാന്തങ്ങൾ അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കണമെന്നില്ല. ഈ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തങ്ങളെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വിചാരത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും തെറ്റുകളേറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാനാണ് ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലുള്ള ഈ ആവശ്യങ്ങൾ അങ്ങനെ തന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും ചെയ്തു. അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്, വമാ മനഅനാ അൻ നുർസില ബിൽ ആയാതി. ദൃഷ്ടാന്തങ്ങൾ അവർ ചോദിച്ചതുപോലെ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിന് നമുക്ക് തടസ്സമായിട്ടില്ല. ഇല്ല അൻ കദ്ദബ ബിഹൽ അവ്വലൂൻ, ആദ്യകാലക്കാർ ആ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയതല്ലാതെ. അപ്പൊ ആ ദൃഷ്ടാന്തങ്ങൾ അവർ കളവാക്കിയപ്പോൾ അവർക്ക് വംശനാശം വരും വിധത്തിലുള്ള ശിക്ഷ നമ്മൾ കൊടുത്തു. എന്നാൽ മുത്തുനബിന്റെ ഉമ്മത്തിന് അങ്ങനെ ശിക്ഷിക്കണ്ട എന്നൊരു തീരുമാനമുള്ളതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു തആല അവരാവശ്യപ്പെട്ട തെളിവുകൾ അങ്ങനെ തന്നെ മുഴുവനും കാണിച്ചു കൊടുക്കാതിരുന്നതാണ്. എന്നിട്ട് അള്ളാഹു തആല അതിന്റെ ഒരു ഉദാഹരണം പറയാണ്. മുൻകാലത്തുണ്ടായ തെളിവ് ചോദിച്ചിട്ട് അത് കൊടുത്തിട്ട് അംഗീകരിക്കാതെ വന്നപ്പോഴുണ്ടായ ഒരു സംഗതി പറയാണ്. വാതൈനാ സമൂദന്നാഖ, സമൂദ് ഗോത്രത്തിന് നാം ഒട്ടകത്തെ നൽകി, മുബ്സറത്തൻ വ്യക്തമായി അവർക്ക് ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാൻ പറ്റും വിധം. ഫളലമു ബിഹ, എന്നിട്ട് അവർ ആ ഒട്ടകത്തോട് അതിക്രമം കാണിച്ചു, ആ ഒട്ടകത്തെ അവർ ആക്രമിച്ചു. ആ പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം വന്നാൽ നിങ്ങളെ വിശ്വസിക്കാമെന്ന് സാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു. ഒട്ടകം വന്നു, പക്ഷെ അവർ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല ആ ഒട്ടകവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സാലിഹ് നബി അലൈഹി ഇസ്ലാം അവരുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചു. ആ കരാർ ലംഘിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുഴുവനും ഒറ്റയടിക്കങ്ങ് നശിപ്പിച്ചു. അതാണ് അല്ലാഹു പറയുന്നത്, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അഥവാ ഈ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടും നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വരുമെന്ന് താക്കീത് നൽകുകയാണ് അല്ലാഹു തആല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഇദ് ഖുൽനാ ലക, നബിയെ തങ്ങളോട് നാം പറഞ്ഞ സന്ദർഭം ഓർക്കണം. ഇന്ന റബ്ബക അഹാത ബിന്നാസ്, നിശ്ചയം അങ്ങയുടെ നാഥനായ അല്ലാഹു ജനങ്ങളെ സംബന്ധിച്ച് വിശാലമായി അറിയുന്നവനാണ്. അവരുടെ ഉള്ളിലിരിപ്പും അവരുടെ കാട്ടിക്കൂട്ടലുകളും അവർ ജീവിതത്തിൽ എന്തൊക്കെ കസർത്തുകൾ കാണിക്കുന്നു എന്നതും അവർ ശിക്ഷക്കോ രക്ഷക്കോ അർഹരാണോ എന്നതും ഇതെല്ലാം അല്ലാഹു നന്നായി അറിയുന്നവനാണ്. അഥവാ ഓരോരുത്തർക്കും അർഹമായിട്ടുള്ള പ്രതിഫലം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നിർവഹിക്കുകയും ആ പ്രബോധനവുമായി മുന്നോട്ടു പോകുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപായപ്പെടുത്താനും തങ്ങൾക്കെതിരെ ആകാവുന്ന എല്ലാ കുതന്ത്രങ്ങളും മെനയാനും അവർ ശ്രമിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ ആശ്വാസവും സമാധാനവും നൽകിക്കൊണ്ട് അല്ലാഹു പറയാണ്, നബിയെ ജനങ്ങളുടെ ഉള്ളിലിരിപ്പ് എന്താണ്, അവരുടെ മനസ്സിലെന്താണുള്ളത്, അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഇതെല്ലാം അല്ലാഹുവിന് നന്നായി അറിയാം. അവരുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും നമ്മൾ തങ്ങളെ രക്ഷപ്പെടുത്തും. വമാ ജഅൽന റുഅ്യ അല്ലത്തി അറൈനാക, തങ്ങൾക്ക് നാം കാണിച്ചു തന്ന ദർശനങ്ങൾ അതിന് നാം ആക്കിയിട്ടില്ല ഇല്ലാ ഫിത്നത്തൽ ലിന്നാസ്, ജനങ്ങൾക്കൊരു പരീക്ഷണമായിട്ടല്ലാതെ ആക്കിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ്, നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഇസ്രാ മിഅ്റാജ് ഉൾപ്പെടെ ഒട്ടനവധി അത്ഭുതങ്ങൾ അല്ലാഹു തആല കാണിച്ചു കൊടുത്തു. ആ അത്ഭുതങ്ങൾ പലതും മുത്തുനബി ജനങ്ങളോട് പറഞ്ഞു. എന്നാൽ അതൊക്കെ പറഞ്ഞപ്പോൾ ജനങ്ങൾക്കത് പരീക്ഷണമായി മാറുകയാണ് ചെയ്തത്. വെച്ചാൽ ആ പറഞ്ഞ ആ ദർശനങ്ങളെ പലരും വിശ്വസിക്കാൻ തയ്യാറായില്ല. വിശ്വസിക്കാൻ തയ്യാറാകാതെ അതിനെതിരിൽ അനാവശ്യമായ വിവാദങ്ങളും അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ കമന്റുകളുമൊക്കെ അവർ പാസാക്കുമ്പോൾ
അവർ വാസ്തവത്തിൽ ഒരു പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അള്ളാഹു അത് ദർശനത്തെ തങ്ങൾക്ക് നാം കാണിച്ചു എന്ന ദർശനത്തെ ഒരു പരീക്ഷണമായിട്ടല്ല നാം ആക്കിയിട്ടില്ല. അഥവാ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതേപോലെ വസ്തുജനത്തിൽ മൽഊനത ഫിൽ ഖുർആൻ, ഖുർആനിലൂടെ ശപിക്കപ്പെട്ട വൃക്ഷം, ആ വൃക്ഷത്തെ നാം ഒരു പരീക്ഷണമാക്കി അല്ലാതാക്കിയിട്ടില്ല. ഖുർആനിലൂടെ ശപിക്കപ്പെട്ട വൃക്ഷം എന്ന് പറയുന്നത് സഖൂം എന്ന് പറയുന്ന വൃക്ഷമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നരകാവകാശികൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ഇന്നദാലിക സൂറത്തു സാഫാത്തിന്റെ 62 മുതലുള്ള സൂക്തങ്ങളിൽ അള്ളാഹു പറഞ്ഞത് കാണാം. അദാലിക ഖൈറുൻ നുസുലൻ അം ശജറത്തു സഖൂം ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം طلعها كأنه رؤوس الشياطين فإنهم لآكلون منها فمالئون منها البطون ثم إن لهم عليها لشوبا من حميم. നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണ്, വിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകുന്ന സ്വർഗ്ഗത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഉണർത്തിയതിനു ശേഷം അദാലിക ഖൈറുൻ നുസുലൻ, അതാണോ ഏറ്റവും നല്ല സമ്മാനം, അതോ അം ശജറത്തു സഖൂം എന്ന വൃക്ഷമാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. എന്താണ് ആ സഖൂം എന്ന വൃക്ഷം? ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ, അക്രമികൾക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ, അത് പരീക്ഷണമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ വൃക്ഷം കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ലോകത്ത് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്തു ദുഖാനിൽ രേഖപ്പെടുത്തിയത് കാണാം. 43-ാമത്തെ സൂക്തത്തിൽ ഇന്ന ശജറത്ത സഖൂം തആമുൽ ലസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂനി കഗല്യിൽ ഹമീം. 43 മുതൽ 46 കൂടിയ സൂക്തങ്ങളിൽ അല്ലാഹു തആല സഖൂം എന്ന മരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നരകത്തിൽ മുളക്കുന്ന ഒരു വൃക്ഷമാണത്. സൂറത്തു സാഫാത്തിലും അല്ലാഹു പറഞ്ഞില്ലേ, നരകത്തിൽ തന്നെ മുളക്കുന്ന വൃക്ഷം. അപ്പൊ നരകത്തിൽ ഒരു വൃക്ഷം മുളക്കും, അതിവർക്ക് ഭക്ഷണമായിരിക്കും എന്ന് പറഞ്ഞപ്പോ തീയിലെങ്ങനെ മരം ഉണ്ടാവുക എന്ന് ചോദിച്ചു സാധുക്കൾ. അപ്പൊ അതൊരു പരീക്ഷണമാണ്. നിഷേധത്തിന്റേതായിട്ടുള്ള ശൈലിയിലേക്ക് അവരതിലും പോയി എന്നർത്ഥം. എന്നാൽ ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മൾ സാധാരണ പറയാറില്ല, തീയിൽ മുളച്ചത് വെയിലത്ത് വാടൂല. നരകത്തിൽ അങ്ങനത്തെ ഒരു വൃക്ഷത്തെ മുളപ്പിച്ചുകൊണ്ടുള്ള ആ വൃക്ഷം അവർക്ക് തിന്നാൻ കൊടുക്കുന്ന, കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണമാക്കും. അതാണ് കഴിച്ചാൽ ഉരുകിയ ലോഹം പോലെ ആ സാധനം അവരുടെ വയറ്റിൽ കിടന്ന് തിളച്ചു മറിയുന്ന, അതിശക്തമായി ചുടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ തിളച്ചു മറിയുന്ന സാഹചര്യം ഉണ്ടാകും. എങ്കിൽ ആ വൃക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം എടങ്ങേറുള്ളൊരു സാധനമായല്ലോ എന്ന് പറഞ്ഞ് അവരതിനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താക്കും, അതിനവര് ശപിക്കും. അതുകൊണ്ടാണ് ശജറത്തുൽ മൽഊന എന്ന് പറഞ്ഞത് എന്നൊരഭിപ്രായം. മറ്റൊരഭിപ്രായം അശ്ശജറത്തുൽ മൽഊന വെച്ചാൽ ആ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണ്. ഈ വൃക്ഷം എന്ന ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ശപിക്കപ്പെട്ടവരാണ്. ഏതായാലും ആ വൃക്ഷവും നമ്മൾ പരീക്ഷണമായിട്ടാണ് വെച്ചിട്ടുള്ളത്. വനുഖവ്വിഫുഹും, അവരെ നമ്മൾ ഭയപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായ ശൈലികളിലൂടെ പോയി നിങ്ങൾ ശിക്ഷ വാങ്ങരുത് എന്ന് നമ്മൾ അവരെ ഭയപ്പെടുത്തുന്നു. പക്ഷേ ഫമാ യസീദുഹും ഇല്ലാ തുഗ്യാനൻ കബീറ, അവർക്ക് ആ ഭയപ്പെടുത്തലുകൾ കടുത്ത ധിക്കാരത്തെ അല്ലാതെ വർദ്ധിപ്പിക്കുന്നില്ല. വെച്ചാൽ വളരെ ഹൃദയസ്പർക്കായ വിധത്തിൽ അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാലും ആ ഉത്ബോധനത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാനോ അതിന്റെ സ്പിരിറ്റ് അനുസരിച്ച് നന്മയുടേതായിട്ടുള്ള റൂട്ടിലേക്ക് കടന്നുവരാനോ പലരും തയ്യാറാകുന്നില്ല. മറിച്ച് ധിക്കാരത്തിന്റെയും നിഷേധത്തിന്റെയും ശൈലി സ്വീകരിച്ച് ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ട് നരകത്തിലേക്കുള്ള ഇന്ധനമായി മാറാനുള്ള ഒരു പ്രവർത്തനത്തിൽ സജീവമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.